സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞായറാഴ്ച പതിവ് പോലെ സാലഡ് ഫോർ സൺഡേ എന്ന സീരീസിൽ നിങ്ങൾക്ക് ഞാൻ ബഹുമാന പുരസ്സരം സമർപ്പിച്ച ആരാധനയും അഭിനയവും എന്ന വീഡിയോ കണ്ട നമ്മുടെ ചിന്തകളുടെ അമ്പലം അല്ലെങ്കിൽ ടെമ്പിൾ ഫോർ തോട്ട് എന്ന ഈ സംഗമത്തിൽ വളരെ താല്പര്യത്തോടും സിസ്റ്റമാറ്റിക് ആയിട്ടും പങ്കെടുക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരൻ സണ്ണി പ്ലാന്തോപ്പിൽ നടത്തിയ പ്രതികരണം, അത് വീഡിയോ അല്ല, ഓഡിയോ മാത്രമാണ്. അത് നിങ്ങളുമായി പങ്കിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം അതിനോട് എൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ പങ്കുവെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആമുഖം ദീർഘിപ്പിക്കാതെ സണ്ണി പ്ലാന്തോപ്പിലിൻ്റെ അർത്ഥവത്തായ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിച്ചുകൊള്ളും. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തമ്പു സർ, ചിന്തകളുടെ അമ്പലം എന്ന സംഗമത്തിൽ ശ്രോതാക്കളെയും പങ്കെടുപ്പിക്കുന്ന അങ്ങയുടെ നല്ല ദർശനത്തിന് നന്ദി. അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് കപടത എങ്ങനെ, എപ്പോൾ, എപ്രകാരം എന്ന് വിലയിരുത്തുന്ന ഒരു അനുഭവം പറയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. റവറൻ തോമസ് സാമുവൽ ബിഷപ്പായി അവരോധിക്കപ്പെട്ട ശേഷം വിവിധ ഇടവകകൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയതിനൊപ്പം കോടുകുളഞ്ഞി CSI ഇടവകയും സ്വീകരണം നൽകി. അന്നേ ദിവസം അവിടുത്തെ കേറ്ററിംഗ് ഞാനായിരുന്നു നടത്തിയിരുന്നത്. പള്ളിയിലെ ശുശ്രൂഷ ശേഷം ഞങ്ങൾ ഇരുവരും മാത്രം സൗഹൃദ സംഭാഷണത്തിൽ പള്ളി അങ്കണത്തിൽ തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. സണ്ണി, എനിക്കൊരു മൂത്രശങ്ക, വരൂ എന്ന് പറഞ്ഞ് പള്ളിയുടെ വാഷ്റൂമിലേക്ക് ഞങ്ങൾ നടന്നു. ഞാൻ വെളിയിൽ കാത്തു നിന്നു. ശങ്ക തീർത്ത് തിരുവസ്ത്രവും മാറിൽ തൂങ്ങുന്ന തടിക്കുരിശുമൊക്കെ നേരെയാക്കി പുറത്തു വന്ന അദ്ദേഹത്തോട് ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. തിരുമേനി, ഈ നീണ്ട ലോഹയുമിട്ട് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് ആവില്ലേ എന്ന്. ഒട്ടും സങ്കോചമില്ലാതെ എന്ത് ചെയ്യാം, ശങ്ക വന്നാൽ എന്ന അദ്ദേഹത്തിന്റെ ഉത്തരം അർത്ഥോക്തിയിൽ വിരമിച്ചു. ഒരു വേദവാക്യം ഓർത്തു എങ്കിലും ഞാൻ പറഞ്ഞില്ല. മൂത്രശങ്കയുമായി അതിന് ബന്ധമില്ലെങ്കിലും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും. കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളോട് നടന്ന് അടുക്കും തോറും അദ്ദേഹത്തിന്റെ മുഖത്തെ പദവിയുടെ ഗൗരവവും പ്രൗഢിയും ഞാൻ ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. കാണികളുടെ മുമ്പിലാണ് സർ അഭിനയത്തിന്റെ പ്രകടനം. ലോഹ കണ്ടാൽ ഭക്തി പാരവശ്യത്തിലെത്തുന്ന ഭക്തർ ഉള്ളിടത്തോളം കാലം അഭിനയം തുടർന്നുകൊണ്ടേയിരിക്കും. തിരുമേനിമാർ ലോഹ മടക്കി കുത്തി തൂമ്പ എടുത്ത് അധ്വാനിച്ചാൽ പെന്തക്കോസ്തുകാർ പറയും പോലെ സാക്ഷ്യം പോവില്ലേ സർ, സാക്ഷ്യം. പിന്നെ വിശ്വാസികൾ ഹേ ശമേലെ, സാബുവേ എന്ന് വിളിക്കില്ലേ? താങ്ക് യു സർ. ഇത് സണ്ണിയുടെ അവലോകനമാണ്. അദ്ദേഹത്തോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇനിയും 5 മിനിറ്റ് കടം ചോദിക്കുന്നത്. സണ്ണി തിരുമനസിന്റെ മൂത്രശങ്കയോട് കാണിച്ച അനാദരവ് ഒരു വിശ്വാസിയിൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നതല്ല, സഹിക്കുന്നതല്ല. ഒരു നല്ല CSI പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ മാർത്തോമ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലൊക്കെ വളർന്നു വന്ന വ്യക്തിക്ക് ഒരു തിരുമനസിന്റെ മൂത്രശങ്ക എന്ന് പറയുന്നത് അത്ര നിസ്സാരവൽക്കരിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല. അത് വളരെ ആദരവോടുകൂടെ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ട, ഭയഭക്തിയോടുകൂടെ തന്നെ പരാമർശിക്കപ്പെടേണ്ട ഒരു പ്രതിഭാസമാണ്.
സാധാരണക്കാർ മൂത്രിക്കുന്നത് പോലെ അല്ല തിരുമനസ്സുകൾ മൂത്രിക്കുന്നത്. സാധാരണക്കാർ ശരീരത്തിൽ കൂടെയാണ് മൂത്രിക്കുന്നത്. എന്നാൽ തിരുമനസ് മൂത്രിക്കുമ്പോൾ അത് ഒരു വലിയ ഉന്നതമായ അവസ്ഥയാണ്. അത് അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടെ വേണമായിരുന്നു സണ്ണി പ്ലാന്തോപ്പിൽ ഈ ഒരു മൂത്രിക്കുക എന്ന തിരുമനസ്സിന്റെ സക്രമെന്റ്. ഇപ്പം നമുക്കറിയാം, ഹിന്ദുക്കളുടെ ഇടയിൽ പശുവിൻ്റെ മൂത്രം, ഗോമൂത്രത്തിന് അതിൻ്റേതായ പെരുമയും ബഹുമാനവും മതപരമായ വലിയ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. പശുവിൻ്റെ മൂത്രം എന്ന് പറഞ്ഞാൽ പശു മൂത്രിക്കുന്നത് കൊണ്ടാണ് പശുവിൻ്റെ മൂത്രം ഉണ്ടാകുന്നത് എന്ന സണ്ണി പ്ലാന്തോപ്പിൽ സമ്മതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പശു മൂത്രിക്കുന്നതിന് ഹിന്ദുക്കൾ ഇത്രമാത്രം ഭക്തി ആദരവുകൾ കാണിക്കുമ്പോൾ, ക്രിസ്ത്യാനികളുടെ സ്വർഗത്തിലേക്കുള്ള പോക്കിന്റെ മുഴുവൻ വിസയും പാസ്പോർട്ടും കൈകാര്യം ചെയ്യുന്ന, ശരീരത്തിൽ നിന്ന് വളരെ ഉന്നതമായി മനസ്സ് മാത്രമായി തിരുമനസ്സായി നിലകൊള്ളുന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിൻ്റെ മൂത്രശങ്കയുടെ പശ്ചാത്തലത്തിൽ വേണ്ട ബഹുമാനമില്ലാതെ, റെവറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ സണ്ണി പ്ലാന്തോപ്പിൽ തോമസ് സാമുവൽ എന്ന് പറയുന്ന CSI തിരുമനസ്സിൻ്റെ ആ പ്രത്യേക സക്രമത്തിനോട് പ്രതിപാദിച്ചതിൽ എനിക്കുള്ള അസഹനീയമായ വിയോജിപ്പും എതിർപ്പും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ശാപം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഒരു അനുഭവം മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ 2008 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി രണ്ടാമത് ചുമതല ഏറ്റ് ഏതാണ്ട് ഒരാഴ്ച, ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡൽഹി ഡയസസിൻ്റെ ബിഷപ്പായ തിരുമനസ്സായ സുനിൽ കുമാർ സിംഗ് ബിഷപ്പിൻ്റെ ഫോൺ വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലണം പോലും. ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും, ചിലരൊക്കെ കിങ്കരന്മാർ എന്ന വാക്ക് ഉപയോഗിക്കും, ഞാൻ ഉപയോഗിക്കുന്നു, അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ കാല് കുത്തിയപ്പോൾ തന്നെ ഒരൊറ്റ ചോദ്യം: വരുന്ന അഡ്മിഷനിൽ എനിക്ക് എത്ര സീറ്റ് കിട്ടും? അപ്പം അത് പ്രതീക്ഷിച്ചല്ല ഞാൻ പോയത്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് മനസ്സിലായില്ല. എൻ്റെ മനസ്സൊന്ന് മരവിച്ചു പോയി. അപ്പം ഞാൻ മിണ്ടാതെ അവിടെ നിന്നപ്പോൾ ചോദിച്ചു, കേട്ടില്ലയോ, എനിക്ക് എത്ര സീറ്റ് കിട്ടും? ഇപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സീറ്റും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ സീറ്റ് കൊടുക്കത്തക്ക ഒരു സാഹചര്യവുമല്ല, തന്നെയുമല്ല മറ്റുള്ളവരോട് അനീതി കാണിക്കാൻ എന്നെ കൊണ്ടൊക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള, അതായത് ഡൽഹി ഡയസസിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും അദ്ദേഹത്തിന് 20% സീറ്റ് അഡ്മിഷൻ നടത്താനുള്ള അവകാശമുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജും അദ്ദേഹത്തിൻ്റെ ഡയസസിൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാകയാൽ അങ്ങനെയുള്ള ഒരു അവകാശം ഞാൻ അംഗീകരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ കാലത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എത്ര സീറ്റ് തരും? ഞാൻ പറഞ്ഞു, ഒരു സീറ്റ് പോലും തരികയില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ നീ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ രാജിവെക്കാനും അന്നതല്ല. കാരണം രാജിവെക്കത്തില്ല എന്ന് പറയുന്നത് എനിക്ക് ജോലി വേണ്ടിയിട്ടല്ല. പക്ഷെ ഞാൻ രാജിവെച്ചാൽ ഈ അഴിമതി ഇവിടെ നടമാടും, അതുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഒരു പുരോഹിതനാണ്, ഞാൻ നിന്റെ ബിഷപ്പാണ്. നീ പുരോഹിതനായപ്പോൾ
3 പ്രതിജ്ഞകൾ എടുത്തു. അതിലൊന്ന് എൻ്റെ ബിഷപ്പിനെ അനുസരിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെയാണ് ഞാൻ സണ്ണി പ്ലാന്തോപ്പിനെ പോലെ ഒരു തിരുമനസ്സിനെ ബഹുമാനിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ ഞാൻ നിന്റെ ബിഷപ്പാണ്, ഞാൻ പറയുന്നത് നീ അതുപോലെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ബിഷപ്പിനെ അനുസരിക്കാൻ ഒരു പുരോഹിതനായ എനിക്ക് കടമയുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞയും എടുത്തിട്ടുള്ളതാണ്. പക്ഷേ താങ്കളെ അനുസരിക്കണമെങ്കിൽ താങ്കൾ ഒരു ബിഷപ്പിനെ പോലെ പെരുമാറണം. സീറ്റ് കരിഞ്ചന്തയിൽ വിറ്റ് കൊള്ളലാഭമുണ്ടാക്കി ഒരു സ്ഥാപനത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് ഞാൻ വളരെ ധിക്കാരത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ അവിടെ 9 വർഷം ഉണ്ടായിരുന്നു, 8 വർഷം ഉണ്ടായിരുന്നു. ആ 8 വർഷവും എനിക്ക് നരകതുല്യമായ യാതന തിരുമനസിൻ്റെ കോപം മൂലം ലഭിച്ചു എന്നതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം, തിരുമനസ് എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും അത് അർഹിക്കുന്ന ബഹുമാന പുരസ്സരം നാം അതിനോട് പ്രതികരിക്കേണ്ടതാണ്. തിരുമനസ് സണ്ണി പ്ലാന്തോപ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ തിരുമനസ്സിന് മൂത്രിക്കാൻ തക്കതായ മൂത്രപ്പുരകൾ നമ്മുടെ പല പള്ളികളിലുമില്ല എന്നത് കേരളത്തിലെ എല്ലാ സഭകളുടെയും ഒരു ന്യൂനതയാണ്. പക്ഷെ ചില സഭകളിൽ, പണക്കൊഴുപ്പുള്ള സഭകളിൽ അതിന് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാർത്തോമാ സഭയൊക്കെ ആ കാര്യത്തിൽ വളരെ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നതും ഈ തരുണത്തിൽ വളരെ അഭിമാന പുരസ്സരം പ്രസ്താവിക്കേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇനി സണ്ണി പ്ലാന്തോപ്പിൽ പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം എന്നെ നന്നേ വേദനിപ്പിച്ചു. കാരണം ഞാനും ഇതേ ധിക്കാരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, ഈ മൂത്രിക്കാൻ പോയ തിരുമനസ് ഈ വേഷഭൂഷാദികൾ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജൈവ സ്വഭാവ സംബന്ധമായ ക്രിയകൾ നടത്തി. ഇപ്പോൾ സണ്ണി പ്ലാന്തോപ്പിൽ പറയുന്നത്, ഒരു ബിഷപ്പ് മൂത്രശങ്ക മാറ്റുന്നത് പച്ച മനുഷ്യരുടെ കൂട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം, ഞാൻ അതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകമായ ആവശ്യം നേടാനായി മൂത്രപ്പുരയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശുദ്ധിയുടെയും നിദാനമായ വേഷഭൂഷാദികൾ പഴയതുപോലെ ആക്കാൻ അദ്ദേഹം തത്രപ്പെടുന്ന ആ സാഹചര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സണ്ണി പ്ലാന്തോപ്പിൽ ഇപ്രകാരം എഴുതി പിടിപ്പിച്ചത്. അത് അങ്ങനെ ചെയ്യാൻ കാര്യം, സണ്ണി പ്ലാന്തോപ്പിൽ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുമനസ്സുകൾ ഇടുന്ന ലോഹ ഉണ്ടാക്കുന്ന തുണി താങ്കളും ഞാനും ഉപയോഗിക്കുന്ന തുണിയല്ല. അത് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നതിനനുസരിച്ച് എല്ലാ ആചാര മുറകളും അപ്രകാരം നിർവഹിച്ച് വിശുദ്ധരായ ആളുകൾ മാത്രം നെയ്തെടുത്ത് വിശുദ്ധിയുടെ നീലത്തിൽ മുക്കി അത് വിശുദ്ധരായ തയ്യക്കാർ മാത്രം കൈകാര്യം ചെയ്തുണ്ടാക്കുന്ന ഒരു ക്രിസ്തീയ പുരോഹിതന്റെയോ പ്രത്യേകിച്ച് മെത്രാന്റെയോ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം നിലനിർത്തുന്ന ഏക ഘടകം ഈ വസ്ത്രമാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ ലോഹയ്ക്ക് അല്ലെങ്കിൽ കുപ്പായത്തിന് അല്ലെങ്കിൽ കാസക്കിന് ഇത്ര വലിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലോഹ ഇട്ടുകൊണ്ട് ഒരു കഴുത നടന്നാലും ക്രിസ്ത്യാനി ബഹുമാനിക്കും. കാരണം ക്രിസ്ത്യാനി കലാകാലങ്ങളിൽ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇത് ആരിടുന്നു എന്നത് പ്രശ്നമല്ല, ഏത് ശരീരത്തെയാണ് ഇത് മറയ്ക്കുന്നത്
അല്ലെങ്കിൽ മുറുക്കുന്നത് അല്ലെ കറക്കുന്നത് എന്നത് പ്രശ്നമല്ല. ലോഹ തുണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എനിക്കറിയാവുന്നതുപോലെ സണ്ണി പ്ലാന്തോപ്പിൽ അറിഞ്ഞുകൂടാ. ഞാനൊരു കാലത്ത് ഇതിനെ ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു പുരോഹിതനെ പുരോഹിതനാക്കുന്നത് അവൻ ഉടുക്കുന്ന വസ്ത്രം മാത്രമാകയാൽ അത് ടെക്സ്റ്റൈൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പുരോഹിത വൃത്തിയെ പൊതുവായി പറയുന്നത് ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നാണ്. സ്പിരിച്വൽ മിനിസ്ട്രി എന്നല്ല, ടെക്സ്റ്റൈൽ മിനിസ്ട്രി. അത് അങ്ങനെ അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു തിരുമേനി സാധാരണ നമ്മുടെ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് 1 മിനിറ്റ് ഒന്ന് നിൽക്കട്ടെ, അപ്പോൾ വിവരം അറിയും. തിരുമേനും അറിയും, ബാക്കിയുള്ളവരും അറിയും. പിന്നെ വളരെ രസാവഹമായ കാര്യം, എല്ലാ തിരുമേനിമാരും പുരോഹിതന്മാരും വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഇവരിടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ദൈവം വളരെ വളരെ ബഹുമാന പുരസ്സരം അവരെ കരുതും. ഗോഡ് വിൽ ബി മൈറ്റ്ലി ഇംപ്രസ്ഡ് വിത്ത് ദെയർ കോസ്റ്റ്യൂം. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വരാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു തിരുമനസ്സിൻ്റെ പ്രത്യേകമായ കടമയായതുകൊണ്ടാണ് ഈ തോമസ് സാമുവൽ എന്ന് പറയുന്ന ഈ വളരെ സെയിൻറ്റ്ലി ബിഷപ്പ് പോകേണ്ടിടത്ത് പോയിട്ട് നേടേണ്ടത് നേടി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം സ്ഥാനഭ്രംശം സംഭവിച്ച, മൂത്രശങ്കയാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ഈ പരിശുദ്ധ വേഷഭൂഷാദികൾ അതിൻ്റെ പൂർവസ്ഥിതി പ്രാപിക്കത്തക്കവണ്ണം വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഹല്ലേലൂയ ആ ഒരു എന്താണ് പറയുന്നത് ശുശ്രൂഷാക്രമം എന്ന് പറഞ്ഞാൽ കുപ്പായ ശുശ്രൂഷ ക്രമം നിർവഹിച്ചത് ആ ആത്മീയ വീര്യം നിറഞ്ഞു നിന്ന പ്രക്രിയയെ ഏതാണ്ട് കൊച്ചാക്കുന്ന വിധത്തിൽ സണ്ണി പ്ലാന്തോപ്പിൽ നടത്തിയ പരാമർശത്തെ സർവനാത്മന എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച്, ശക്തി എനിക്ക് കുറവാണ്, ഉപയോഗിച്ച് ഞാൻ ഭത്സിക്കുന്നു. തിരുമനസ്സുകളോട് നാം കാണിക്കേണ്ട എന്ന് പറഞ്ഞാൽ തിരുമനസ്സുകൾ ഇടുന്ന തുണികളോട് നാം കാണിക്കേണ്ട ബഹുമാനം കുറഞ്ഞ പക്ഷം വളരെ ഭക്തരായ ഹിന്ദുക്കളുടെ ഇടയിൽ ഗോമൂത്രത്തോട് കാണിക്കുന്ന ബഹുമാനമെങ്കിലും തിരുമനസ് മൂത്രത്തോടും നാം കാണിക്കണം എന്ന ഒരു വലിയ അഭിപ്രായം വളരെ സവിനയം സമർപ്പിച്ചുകൊണ്ട് സണ്ണി പ്ലാന്തോപ്പിലെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇപ്രകാരമുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ കുഴപ്പമില്ല, നടത്തണം. പക്ഷേ അത് കുറെ കൂടെ ബഹുമാന പുരസ്സരവും ലേവ്യ പുസ്തകം വായിച്ച് അതിനകത്തെ ആത്മാവിനെ ആവഹിച്ചുകൊണ്ടും ആയിരിക്കണം എന്ന് വളരെ താഴ്മയോടുകൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ.